ഹലോ നമസ്കാരം. ഇന്നത്തെ യാത്ര ഒരു സ്പെഷ്യൽ പേഴ്സന്റെ അടുത്തേക്കാണ്. മറ്റാരുമല്ല, മഴവിൽ മനോരമയിലൂടെ നമുക്കെല്ലാം പരിചിതമായ മഞ്ഞുരുക്കം കാലം എന്ന സീരിയലിലെ ജാനിക്കുട്ടിയുടെ സീരിയൽ കഥാപാത്രം ചെയ്ത ആളാണ് കേട്ടോ. സീരിയലിന്റെ പേര് മനസ്സിലായില്ലെങ്കിലും ഈ ട്യൂൺ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം കേട്ടോ. വഴിയിൽ പുള്ളിക്കാരുടെ ഹെൽപ്പറിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ആള് കേട്ടോ, മോനിഷ. പുള്ളിക്കാരി ഇപ്പോൾ സി കേരളത്തിലെ മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലെ വന്ദനയുടെ ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പുള്ളിക്കാരിയുടെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു മെഹന്തി ചെയ്യണമെന്ന്. അങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അതിന്റെ സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, പഠിക്കുന്ന കാലത്തൊക്കെ ഞാനിങ്ങനെ കാണുമായിരുന്നു, ഈ സീരിയലിന്റെ പാർട്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു അവസരം എന്നെ തേടി എത്തുമെന്നോ ഞങ്ങളിങ്ങനെ മീറ്റ് ചെയ്യുമെന്നോ ഒന്നും വിചാരിച്ചില്ല. ചേച്ചിയുടെ തകർത്ത ജോലിയിലാണ്. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ വർക്കും ഫിനിഷ് ചെയ്തു. ഇതൊക്കെയായിരുന്നു ഫൈനൽ ലുക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ആക്ട്രസിനെ കിട്ടിയതല്ലേ, കുറച്ച് സെൽഫീസും കാര്യങ്ങളും ഒക്കെ എടുത്ത ശേഷം സ്ഥിരം പല്ലവിയായ ടാറ്റയും ബൈ ബൈയും പറഞ്ഞിറങ്ങി. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ഹലോ നമസ്കാരം. ഇന്നത്തെ യാത്ര ഒരു സ്പെഷ്യൽ പേഴ്സന്റെ അടുത്തേക്കാണ്. മറ്റാരുമല്ല, മഴവിൽ മനോരമയിലൂടെ നമുക്കെല്ലാം പരിചിതമായ മഞ്ഞുരുക്കം കാലം എന്ന സീരിയലിലെ ജാനിക്കുട്ടിയുടെ സീരിയൽ കഥാപാത്രം ചെയ്ത ആളാണ് കേട്ടോ. സീരിയലിന്റെ പേര് മനസ്സിലായില്ലെങ്കിലും ഈ ട്യൂൺ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം കേട്ടോ. വഴിയിൽ പുള്ളിക്കാരുടെ ഹെൽപ്പറിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ആള് കേട്ടോ, മോനിഷ. പുള്ളിക്കാരി ഇപ്പോൾ സി കേരളത്തിലെ മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലെ വന്ദനയുടെ ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പുള്ളിക്കാരുടെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു മെഹന്തി ചെയ്യണമെന്ന്. അങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അതിന്റെ സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, പഠിക്കുന്ന കാലത്തൊക്കെ ഞാനിങ്ങനെ കാണുമായിരുന്നു, ഈ സീരിയലിന്റെ പാർട്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു അവസരം എന്നെ തേടി എത്തുമെന്നോ ഞങ്ങളിങ്ങനെ മീറ്റ് ചെയ്യുമെന്നോ ഒന്നും വിചാരിച്ചില്ല. ചേച്ചിയുടെ തകർത്ത ജോലിയിലാണ്. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ വർക്കും ഫിനിഷ് ചെയ്തു. ഇതൊക്കെയായിരുന്നു ഫൈനൽ ലുക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ആക്ട്രസിനെ കിട്ടിയതല്ലേ, കുറച്ച് സെൽഫീസും കാര്യങ്ങളും ഒക്കെ എടുത്ത ശേഷം സ്ഥിരം പല്ലവിയായ ടാറ്റയും ബൈ ബൈയും പറഞ്ഞിറങ്ങി. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ഹലോ നമസ്കാരം. ഇന്നത്തെ യാത്ര ഒരു സ്പെഷ്യൽ പേഴ്സന്റെ അടുത്തേക്കാണ്. മറ്റാരുമല്ല, മഴവിൽ മനോരമയിലൂടെ നമുക്കെല്ലാം പരിചിതമായ മഞ്ഞുരുക്കം കാലം എന്ന സീരിയലിലെ ജാനിക്കുട്ടിയുടെ സീരിയൽ കഥാപാത്രം ചെയ്ത ആളാണ് കേട്ടോ. സീരിയലിന്റെ പേര് മനസ്സിലായില്ലെങ്കിലും ഈ ട്യൂൺ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം കേട്ടോ. വഴിയിൽ പുള്ളിക്കാരുടെ ഹെൽപ്പറിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ആള് കേട്ടോ, മോനിഷ. പുള്ളിക്കാരി ഇപ്പോൾ സി കേരളത്തിലെ മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലെ വന്ദനയുടെ ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പുള്ളിക്കാരുടെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു മെഹന്തി ചെയ്യണമെന്ന്. അങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അതിന്റെ സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, പഠിക്കുന്ന കാലത്തൊക്കെ ഞാനിങ്ങനെ കാണുമായിരുന്നു, ഈ സീരിയലിന്റെ പാർട്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു അവസരം എന്നെ തേടി എത്തുമെന്നോ ഞങ്ങളിങ്ങനെ മീറ്റ് ചെയ്യുമെന്നോ ഒന്നും വിചാരിച്ചില്ല. ചേച്ചിയുടെ തകർത്ത ജോലിയിലാണ്. ആ സമയം കൊണ്ട്